ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് സുഹൃത്തുക്കളെ. ഇന്ന് ഫെബ്രുവരി 2. ഇന്ന് നമ്മുടെ ചാനൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് പോവുകയാണ്. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഗ്രാഫ്, ഇങ്ങനെ പതുക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരമായിട്ട് ഞങ്ങൾ റൂമിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2-2.5 മാസം അടുപ്പിച്ച് അത്രത്തോളം ആയിട്ടുള്ളൂ. അപ്പം ഈ ഒരു ചെറിയ ടൈം പീരീഡിൽ തന്നെ ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദി, സ്നേഹം, അതുമാത്രമേ പറയുള്ളൂ. അപ്പോൾ ഹാപ്പി അവിടെ ഓടി കിടപ്പുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. ഇത്ര നേരം അച്ഛൻ്റെ കൂടെ കിടന്ന് കളിയായിരുന്നു. അപ്പോൾ എന്താ പറയണ്ടേന്ന് അറിയില്ല ഗൈസ്, ഭയങ്കര സന്തോഷം, പ്രൗഡ് ഫീൽ തോന്നുന്നുണ്ട് ശരിക്കും. നമുക്ക് ഒരുപാട് സങ്കടം വന്നാലും നമുക്ക് ഒരുപാട് സന്തോഷം വന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല, ദുഃഖങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓവർകം ചെയ്യുക, മുമ്പോട്ട് പോവുക. ഒരിടത്ത് നമ്മൾ തളർന്ന് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇരുന്നിരുന്ന് വേരിറങ്ങിപ്പോവും എന്നല്ലാണ്ട് നമുക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകത്തില്ല. നമ്മൾ പോപ്പറൊക്കെ മേടിച്ചു കേട്ടോ, നമ്മളൊരു കാര്യമായിട്ടൊരു പോപ്പറൊക്കെ അച്ഛൻ പോയി ഇടയ്ക്ക് ശല്യമാണ് നോക്കി എന്തൊക്കെ കാണിക്കുന്നത് നോക്കിയേ. ഈ ക്യാമറ നോക്കിയാലും തട്ടിയിടും എന്തോ എനിക്കറിയില്ല. അതുകൊണ്ട് അവിടെ അതിന്റെ കീഴിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിക്കേണ്ടത്? ഇപ്പൊ തിരിക്കണ്ടല്ലേ, ഇടത്തോട്ടാണ് തിരിക്കുള്ളത് കേട്ടോ. ഇത് ഞാൻ പൊട്ടിക്കും, എനിക്ക് പോപ്പർ പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, എനിക്ക് മാത്രമേ ഇവിടെ ടൈമിങ്ങിന് പോപ്പർ പൊട്ടിക്കാൻ അറിയത്തുള്ളൂ. ഇവരാര് പൊട്ടിച്ചാലും ചിലപ്പോൾ ടൈമിങ് പോകും. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ പൊട്ടിക്കും. ഇല്ലേ, പൊട്ടിക്കാൻ തരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെയാണ് സുഹൃത്തുക്കളെ പോപ്പർ പൊട്ടിക്കുന്നത്. നമ്മൾ എത്ര വട്ടം പഠിച്ചിട്ടുണ്ട്? ഒത്തിരി വട്ടം പഠിച്ചല്ലേ. അതുമല്ല നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പുറത്തെ ചൂടറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഹോളിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫാൻ ഇട്ടാൽ സൗണ്ട് കേൾക്കും. അതുകൊണ്ട് റൂമിൽ വന്നിട്ട് എടാ ഒന്ന് അടങ്ങടാ എന്നാ കൊണ്ടുപോ. പുണ്യ അത് കടിച്ചവൻ പോപ്പറിന്റെ സൈഡ് പൊട്ടിച്ചേട്ടാ ഇവൻ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനല് 5 ലക്ഷം ആവാനായിട്ട് ഇനി വെറും 4 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. നിങ്ങൾക്ക് കാണാം 97 ആയിട്ടുണ്ട്. എനിക്ക് എല്ലാവരും കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, ക്യാമറ പിടിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇതെപ്പോഴും ഉള്ളതാട്ടോ. കൂടി വന്നിട്ട് കുറേ ഗൈസ്. 97 ആക്കും പെട്ടെന്ന്. ശരി. ഓ അപ്പോൾ ഇതെന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് നന്ദി പറയാനായിട്ടാണെങ്കിൽ എനിക്ക് നന്ദികൾ മാത്രമേ എല്ലാവരോടും പറയാനായിട്ടുള്ളൂ. അത് നിങ്ങളോടായാലും ശരി, അച്ഛൻ്റെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും. ഒന്നുമില്ല കേസ്, ഒന്നും എൻ്റെ കയ്യിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞാൻ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ്. എനിക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എനിക്കറിയാം ഞാൻ എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ പണ്ടും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ പണ്ട് തൊട്ടേ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും അമ്മയാണ്. എല്ലാം ഞാൻ ഈ ഒരു കരിയറൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കേസ് ഏതാണ്ട് ഒരു 2-2.5-3 വർഷമൊക്കെ അടുപ്പിച്ചാവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഞങ്ങൾക്കൊരു സമയം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ എടുത്തുകൊണ്ട് പോയി ചിലവഴിച്ച സമയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടൊരു 2-3 വർഷങ്ങളൊക്കെ ആവുന്നുള്ളൂ. അതുവരെ ഞാൻ അച്ഛൻ്റെ ചിലവിൽ തന്നെ ആയിരുന്നു. എനിക്ക് അതൊന്നും പറയാനോ അല്ലെങ്കിൽ അതൊക്കെ ഇപ്പം വന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അന്നും ഇന്നും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അതിൽ ഐ എം ഹാപ്പി. ഇതെന്തോ ഒരു പടക്കം മേടിക്കാൻ പൂടുണ്ടോ പൊട്ടിക്ക്? നമ്മൾ റൂമിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്തേട്ടാ. പിന്നെ നീ പുറത്തോട്ട് ഒന്നും പോയില്ല. ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ കുത്തിയിരുന്ന് കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ 2 പിടിച്ചോ, കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ, നല്ല കേൾക്കാൻ തോന്നല്ലേ? പിസ്തയൊക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ എൻ്റെ മണ്ടയിൽ. ടേസ്റ്റ് ഉണ്ടമ്മ? ഹലോ, ഇത് നിങ്ങൾക്കുള്ളതാണോ സുഹൃത്തുക്കളെ? മുമ്പേ അവർക്ക് കൊടുക്കാനുള്ളതായിരുന്നു. ഓ സോറി ഏട്ടാ, മറന്നുപോയിരുന്നു. കുത്തിയിരിക്കാൻ വയ്യേ? താഴ്ത്തുവാ.
റൂം മൊത്തം കുളമായിട്ട് ഇത് നോക്ക്, എനിക്ക് ജോലിയായി. ഫുള്ള് സാധനം പൊട്ടിച്ചിട്ട്. ഹാപ്പി ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല, അവ ഇതെല്ലാം പുള്ളിപ്പുറക്ക് തിന്നും. ഹാപ്പി ഇതിനകത്തോട്ട് ഇനി കയറ്റാൻ പറ്റത്തില്ല, ഈ പ്ലാസ്റ്റിക് മൊത്തം ഒരു തിന്നളവേ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുറ്റത്തിറങ്ങി കേട്ടോ. കുറച്ച് പടക്കം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഞാൻ പൊട്ടിക്കും ഇല്ലേ. അതെ ഗൈസ്, ഞാൻ കുറേ 3-4 വാണവും പൂത്തിരി അതും ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ചായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ മേടിച്ച് വെച്ച കേട്ടോ. ഇത് തണുത്ത് പോയില്ലെന്ന് എനിക്കറിയില്ല. സ്കൈ ഷോട്ടൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. ഈ പടക്കം മേടിച്ച് വെച്ചിട്ട് കുറേ നാളായിട്ട് നമ്മൾ കുറേശ്ശായിട്ട് പൊട്ടിക്കുമല്ലേ. ന്യൂ ഇയറിന് പൊട്ടിച്ച് നീല ഫുഡ് കഴിക്കായിരുന്നു ചലഞ്ച് ഇല്ലേ, അന്ന് എടുത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് പൊട്ടിക്കാറുണ്ട്. ഞാൻ സ്കൈ ഷോട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അത് കുറച്ച് ദിവസമായി. ഇത് പൊട്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല. പൊട്ടും പിന്നെ ഞാൻ മേടിക്കുന്ന ഒന്നും പൊട്ടാതിരിക്കില്ല, ഫുൾ പൊട്ടയിരിക്കും. ഇത് മറ്റേ ഇതാട്ടോ, മത്താപ്പ്. ദിസ് ഈസ് മത്താപ്പ്. എന്റെ ഹാപ്പി എടുത്തോണ്ട് പോണാ. ഈ പടക്കൊന്നും എടുത്ത് എറിഞ്ഞിടാൻ പറ്റത്തില്ല കേട്ടോ. ഇവൻ പോയി എടുത്ത് അത് എടുത്തോണ്ട് വരും. നമ്മൾ പെടും ലാസ്റ്റ് കരിഞ്ഞിരിക്കുക അവിടെ. കണ്ടോ കൊണ്ടുപോയി, കണ്ടോ ആ വീടിനകത്ത് കൊണ്ട് വെക്കും. അത് ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ, സിഐഡി മൂസിലാണോ? വേറെ ഏതോ ഒരു സിനിമയിലുണ്ട് കേട്ടോ. അത് കറക്റ്റ് എനിക്ക് അറിയില്ല. മറ്റേ ചെറിയ സാധനമാണോ ഇല്ലേ? അടുത്ത ദീപാവലിക്കാട്ടോ നമുക്ക് കത്തിക്കാം വീട്. അങ്ങനല്ല, അതല്ല, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഇറങ്ങി വാ. എനിക്ക് പടക്കങ്ങൾ വെച്ചാൽ ഭയങ്കര ഇഷ്ടം പൊട്ടിക്കാനായിട്ട്. ഇതാ വരുന്നു യവനെ, എനിക്ക് പേടിയാതേ പറ്റൂ. ഇതാ വരുന്നത് കണ്ടോ അമ്മ, ഇവനെ പിടിച്ച് മാറ്റി നിർത്തണേ. ഇവ അല്ലെങ്കിൽ മൊത്തം വഷളാകും. മങ്ങിയ കാഴ്ചകൾ കണ്ട് മടുത്തു കണ്ണടകൾ വേണം. അത് കത്തുമ്പോ ഞാൻ ഫോണും കളഞ്ഞിട്ട് ഓടല്ലേ. അമ്മ വീണാലും ക്യാമറ നേരെ പിടിക്കണേ കേട്ടോ. ഒറ്റ ഷോട്ട് മിസ്സാവരുത്. പേടിച്ചു പോയി. തിരിപ്പോ തിരിമുന്തിരിച്ചപ്പോ കമ്മി തിരി വട്ടാപ്പോ കത്തിരിപ്പോ തിരിമുന്തിരി കത്തിക്കട്ടെ. പൊട്ടട്ടെ. ആ കമോൺ. ഇതിറക്കത്തോ പ്ലീസ്. ഓ പേടിച്ച്. സെറ്റ് അടിപൊളി. എന്തുപറ്റി വന്നില്ലേ? ആ മത്താപ്പ് കടിച്ചു പിടിക്കാൻ എന്ത് നീ പറയും പോടാ, നീ പണ്ടേ ഇവിടായിപ്പാ. ഹാപ്പിക്ക് നമ്മൾ കേക്ക് കൊടുത്തില്ല കേട്ടോ. കേക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവന് കൊടുത്തൂടല്ലേ, അതിനോണ്ട് കൊടുത്തില്ല കേട്ടോ. അച്ഛൻ വേണ്ടേ സ്കൈ ഷോട്ട് പൊട്ടിക്കാനുള്ള സെറ്റപ്പിലാണ് സുഹൃത്തുക്കളെ. കറക്റ്റേ മണ്ടേ തന്നെ പോകണം. തെങ്ങിൻ്റെ മണ്ടയിലെങ്കിലും പോയിരുന്നു പൊട്ടരുത്. നേരെ അങ്ങ് ചന്ദ്രനിലാ മറ്റേ ആ ചായക്കടയില്ലേ, അങ്ങേര് വരെ അറിയണം. ഇവിടെ എനിക്ക് 5 ലക്ഷം ആയത് കേട്ടോ. ഇപ്പൊ വരും. അങ്ങേര് ആ സൈഡിൽ എവിടെയോ കേട്ടോ നിൽക്കുന്നത് ചന്ദ്രൻ. ഞാൻ കൊടുക്കാം. തീ കൊടുക്കട്ടെ. കൊടുത്തു. പേടിയൊന്നുമില്ല എല്ലാവർക്കും. ദൂരോട്ട് ഓടണേ. സെറ്റ് ഇപ്പൊ പോ. ചീറ്റി വെച്ചാ ഇത് ഇവിടെ തന്നെ കിടന്ന് പൊട്ടുവാവോ? ഗൈസ് അണഞ്ഞാ എന്തോ ഗൈസ് അറിയാൻ വയ്യ. അച്ഛൻ ഒന്ന് പോയി തലയിട്ട് നോക്കിയേ, അത് അണഞ്ഞെന്ന് തോന്നുന്നു. വേണ്ട അമ്മേ പൊട്ടി. പോകുന്നുണ്ട്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു പടക്കത്തിന്. ഗൈസ് എന്ത് മണല് പോലെ സംഭവം വീഴുന്നു. വെടിയാണ്. ഇച്ചിരി നേരത്തേക്ക് ഒരു ജഗ പുകയായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ട് പൊട്ടിയല്ലേ? എല്ലാം പൊട്ടി, ഒന്നുപോലും മിസ്സായില്ല, എല്ലാം പൊട്ടി. പക്ഷെ കുറച്ച് നാളായോണ്ടാണെന്ന് അറിയത്തില്ല, ചിലതിനൊരു വിടർച്ചയില്ലായിരുന്നു അല്ലേ? എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് വിടർന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിലും പോയി. അപ്പൊ ഗൈസ് നമ്മൾ വണ്ടി എടുത്ത് നേരെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പടക്കമൊക്കെ പൊട്ടിച്ചു. പടക്കം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടക്കമായിരുന്നു. അമ്മ എന്ത് വേണം കഴിക്കാന്?
എന്തോ നമ്മളെ ഇനി ചെല്ലുമ്പോ ഏത് കട തുറന്നു വെച്ചേക്കും എന്തോ ഉള്ളത് നമുക്ക് കഴിക്കാം, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി കിടന്നിറങ്ങാം. അതാണ് സംഭവം. 5 ലക്ഷം ആയതിനെ പറ്റിയിട്ടുള്ള ആ ഒരു അഭിപ്രായം എന്താണ്? 5 ലക്ഷം ആയി. ഗോൾഡൻ പ്ലേ ബട്ടൺ വേണം. നമുക്ക് സിൽവർ കിട്ടിയില്ല, നമ്മളെ ഈ ചാനലില് സിൽവർ കിട്ടിയില്ല. പ്ലേ ബട്ടൺ ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. എനിക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നത്. പ്ലേ ബട്ടൺ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ട് അവർ ഷിപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു എൻക്വയറി നടത്തും. ആ ഫോണിൽ വിളിച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഒരു വെരിഫിക്കേഷൻ നടത്തും. ആ ഒരു ടൈമിൽ എനിക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സമയത്ത് കോൾ എടുക്കാനോ സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്ലേ ബട്ടൺ എവിടെയോ സ്റ്റക്കായി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ രണ്ടാമത് കണക്ട് ചെയ്യാനായിട്ട് നോക്കിയായിരുന്നു, അതൊന്നും നടന്നൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്, യൂട്യൂബിൻ്റെ ടീമുമായിട്ട് സംസാരിച്ച് സാധനം കിട്ടിയിട്ടില്ല എന്ന്. അപ്പം അവരും പ്രോപ്പറായിട്ടൊരു ആൻസർ പറയുന്നില്ല. നമ്മൾ വന്ന വഴിക്ക് ഒരിടത്ത് ഇറങ്ങി കേട്ടോ. ഇവിടെ എന്തോ ഉത്സവം എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അമ്മ വേണ്ട കപ്പലിൻ്റെ ഒക്കെ കുറയ്ക്കുന്നുണ്ട്. 2 സ്റ്റെപ്പ് കടേ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എന്തിനാ പറഞ്ഞ ഷവായി. അച്ഛന് ഷവായി ഇഷ്ടമല്ലേ? യു ലൈക്ക് ഷവായി? സമയം ഏതാണ്ട് 12:30 അല്ലേ? 12:30 ആയിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം പോയില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ നല്ല വിശപ്പ് ഗൈസ്. ഇനി അങ്ങ് വരെ പോകാൻ വയ്യ. ഒരു ദിവസം എങ്ങോട്ടെങ്കിലും ഒരു 1 ഡേ ട്രിപ്പ് പോകണം ഗൈസ്. ദുഫായി പോയാലോ നമുക്ക്? ദുഫായി എന്താ പറയുക? എനിക്ക് പോകാൻ പറ്റത്തില്ല, പാസ്പോർട്ട് ഇല്ലേ? നമുക്ക് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് റേഷൻ കാർഡ് വെച്ച് പറ്റും. ഇല്ല, ഇതിരിപ്പുണ്ട്, SLCയുടെ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. 9ാം ക്ലാസ് പാസ്സായെന്ന് പറയുമ്പോൾ ഒമ്പൽസി ഉണ്ട്. അതുകൊണ്ട് സെറ്റ്. ഇവിടെ ഗോലി സോഡ ഉണ്ടോ? വേണോ? വേണോ? അവിടെ ഗോലി സോഡ ഉണ്ട്. ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഉണ്ടോ ഇവിടുത്തെ ഇങ്ങനത്തെ? അവിടെ ഒരു സൈക്കിള്, അവിടെ ഒരു സൈക്കിൾ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡ് എന്ന് സൈക്കിളിൻ്റെ ഇടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതും നന്നായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷവായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളൊരു ഫുൾ ഷവായി പറഞ്ഞു കേട്ടോ. മസാല ഇൻസൈഡ് മസാല. ഓക്കെ, ദോ ഗോലി സോഡ. ഓക്കെ, അതൊക്കെ എനിക്കറിയാം. ഞാനും ഉണ്ട്. സൂപ്പറാ. എനിക്കിത് പൊട്ടിക്ക് ഇഷ്ടട്ടോ, കൊള്ളാം. ടോണിക്കിൻ്റെ ചവടെ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടായിരുന്നു? അൽഫാമ കൊള്ളായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം വരെ പോയില്ല, അതിന് മുമ്പ് തന്നെ നല്ല വിഷമം. നമ്മൾ എവിടെ നിന്നായിരുന്നു കഴിച്ചത്? എനിക്ക് ഓർമ്മയില്ല. ഇരുട്ടായിരുന്നു. വെഞ്ഞാറമൂടായിരുന്നു. ആ വെഞ്ഞാറമൂട്ട് നട്ടോ കഴിച്ചേ. തൻ്റെ ഹാപ്പി ഇവിടെ ആക്കിയിട്ടോ പോയത്. അച്ഛോ വന്നപ്പോൾ ഒരുപാട് സ്നേഹം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പം അത്രയ്ക്ക് സ്നേഹമില്ല, എന്നാലും ഉണ്ട്. ഇതിപ്പോൾ കടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല കടിയാണ്, കാലിനൊക്കെ നല്ല കടി വരും. വേദന എടുക്കും കേട്ടോ, കുഞ്ഞു പല്ലായോണ്ട്. ഞാൻ ഇനി എടുത്തോളാം അവിടുന്ന്. മക്കൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൗണ്ടിലെത്തിയത്. താങ്ക് യു. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ? അതെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.